നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ക്രിപ്റ്റോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ക്രിപ്റ്റോ പോർട്ട്ഫോളിയോനെ കുറിച്ചാണ്. ഒരു ക്രിപ്റ്റോ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഗൈസ്. ആൻഡ് വൺ മോർ തിങ്, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിൽ ഞാൻ കോയിൻസിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. ഇന്ന കോയിൻ മേടിക്കുക, ആ കോയിൻ മേടിക്കുക അതല്ല പറയാൻ പോകുന്നത്. ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ്, ക്രിപ്റ്റോ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫണ്ട് അനുസരിച്ച് എത്ര കോയിൻസ് വേണം, എത്ര ശതമാനം ഏതൊക്കെ ക്യാപ്സിലുള്ള കോയിൻസിൽ വേണം, ആൻഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗോൾഡൻ റൂൾസ്. ഇവിടെ ഞാൻ 10 ഗോൾഡൻ റൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗോൾഡൻ റൂളും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ആൻഡ് ഇവിടെ ഓരോ പോർട്ട്ഫോളിയോ, അതായത് ഇവിടെ 3 പോർട്ട്ഫോളിയോ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 ഈസ് $1,000 പോർട്ട്ഫോളിയോ. അതായത് എല്ലാവർക്കും ഒരുപോലെയല്ല പൈസ ഉള്ളത്. ചിലർക്ക് പോർട്ട്ഫോളിയോ ചെറുതായിരിക്കും, ചിലരുടെ പോർട്ട്ഫോളിയോ വലുതായിരിക്കും. സോ ഒരു $1,000 പോർട്ട്ഫോളിയോ, അതായത് ഏകദേശം ഒരു 1 lakh അറൗണ്ട്, നമുക്ക് റൗണ്ട് ഫിഗർ പിടിക്കാം, 90,000 പിടിക്കാം, 1 lakh, 1 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ 10 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ ആണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ ഡിസൈൻ ചെയ്യണം. അതുപോലെ തന്നെ മോർ ദാൻ 10 lakhs, അതായത് $10,000, നിങ്ങൾ 10 ലക്ഷത്തിന് മേലിലുള്ള പോർട്ട്ഫോളിയോ ആണെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ. വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്, എഡ്യൂക്കേറ്റീവ് വീഡിയോ ആണ്. ഡെഫിനറ്റ്ലി ലാസ്റ്റ് വരെ കാണുക. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും മറന്നു പോകുന്നുണ്ട്. വളരെ ആൽഫ കോണ്ടന്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇവിടെ കാണാൻ നോക്ക് ക്രിപ്റ്റോ പോർട്ട്ഫോളിയോ. അപ്പം 3 സെക്ഷനായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. $1,000 പോർട്ട്ഫോളിയോ, $10,000 പോർട്ട്ഫോളിയോ, 10,000 എബോവ് പോർട്ട്ഫോളിയോ. ഈ 10,000 വെച്ചാൽ എക്സാക്ട്ലി 10 ലക്ഷം കേട്ടോ. 1 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെ ഇടയിൽ ചിലവർക്ക് 5 ലക്ഷം ആയിരിക്കും, ചിലവർക്ക് 8 ലക്ഷം ആയിരിക്കും അവരുടെ പോർട്ട്ഫോളിയോ. സോ അതിനനുസരിച്ചും ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് കോയിൻസ് നോക്കാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് $1,000 പോർട്ട്ഫോളിയോ, അതായത് 1 ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്കിൽ ദർ ഈസ് നോ പോയിന്റ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ ഹൺഡ്രഡ്സ് ഓഫ് കോയിൻസ്. പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണത്. ചെറിയ പൈസ ആയിരിക്കും, ബട്ട് എന്ത് ചെയ്യും, ഈ കോയിൻ ഇഷ്ടമാണ്, ആ കോയിൻ ഇഷ്ടമാണ്, ഇന്ന ആൾ ഈ കോയിൻ പറഞ്ഞു, മറ്റേ ആൾ മറിച്ച കോയിൻ പറഞ്ഞു, അങ്ങനെ 100 കോയിൻ മേടിക്കും. അങ്ങനെ മേടിക്കാൻ ഒരിക്കലും പാടില്ല. വൈ? ബിക്കോസ് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഏത് പ്രൊജക്റ്റ് എന്താണ് ചെയ്യുന്നത്, ഏത് പ്രൊജക്റ്റാണ് പ്രോഫിറ്റ് തരുന്നത് നമുക്ക് നോക്കാൻ സാധിക്കില്ല. സെക്കൻഡ് തിങ് ഈസ് പ്രോഫിറ്റ് ബുക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. അതായത് നിങ്ങളടുത്തൊരു ഇപ്പോൾ 1000 രൂപ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾ അത് ഇരട്ടിയായി വിചാരിച്ചോ, നിങ്ങൾക്ക് ലാഭം എത്രയാണ്? 1000 രൂപ. 1000 രൂപ ഇട്ടു, ഇരട്ടിയായി 2000 രൂപ കിട്ടി. അപ്പോൾ അതിൽ 1000 രൂപ പ്രോഫിറ്റ് ആണ്. ആൻഡ് 1000 രൂപ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് തന്നെ വലിയൊരു എമൗണ്ട് അല്ല. അപ്പം നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? പതുക്കെ ആ കോയിൻ തിരിച്ച് താഴേക്ക് വരും. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് വെറുതെ വേസ്റ്റ് ആയി പോകും. അതേ സമയത്ത് നിങ്ങൾ ആ കോയിനിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരട്ടിയായി കഴിഞ്ഞാൽ 20,000 രൂപയായി. അപ്പോൾ 10,000 റുപ്പീസ് വെച്ചാൽ ഓക്കെ, 10,000 രൂപ കിട്ടി, നമുക്ക് ബുക്ക് ചെയ്യാം എന്ന് തോന്നിയിട്ട് ഒരു പാർഷ്യലി നിങ്ങൾ ബുക്ക് ചെയ്യും, റൈറ്റ്? അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ എമൗണ്ട് ഒരുപാട് കോയിൻസിൽ ഇടാതെ ക്വാളിറ്റി ഉള്ള കോയിൻസിൽ, കുറച്ച് കോയിൻസിൽ നിങ്ങളുടെ എമൗണ്ട് കറക്റ്റായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ $1,000 പോർട്ട്ഫോളിയോ നോ മോർ ദാൻ 10 കോയിൻസ്. $10,000 പോർട്ട്ഫോളിയോ, അതായത് ഏകദേശം 5 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷം ഒക്കെ ആണെങ്കിൽ മാക്സിമം 20 കോയിൻസിന് മെയിനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? മസ്റ്റ് ഇൻക്ലൂഡ് ഈത്ത്. അതായത് ഇത്തിരിയും നിങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. ഞാൻ ഇവിടെ അത് കൊടുത്തിട്ടില്ല $1,000 പോർട്ട്ഫോളിയോ. എന്തുകൊണ്ടാണ്? കാരണം $1,000 ഗൈസ്, നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം, നമുക്കിത് ലൈഫ് ചേഞ്ചിങ് എമൗണ്ട് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 10x, 20x, 30x, 50x, 100x ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ബിറ്റ് കോയിൻ ഇത്തിരിയത്തിൽ നിന്ന് അത്രയും കിട്ടൂല, റിട്ടേൺസ് കിട്ടൂല. 3x, 4x, 5x ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ബട്ട് അത് വെച്ച് ഈ $1,000, 1 ലക്ഷം ഒരു 3x ആയി കഴിഞ്ഞാൽ 3 ലക്ഷമായി. ദാറ്റ്സ് നോട്ട് എ ലൈഫ് ചേഞ്ചിങ് എമൗണ്ട്, റൈറ്റ്? എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ചെറിയ എമൗണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടുതൽ പൈസ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ലൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ ഇത്തിരിയവും ബിറ്റ് കോയിനും ഞാൻ $1,000 പോർട്ട്ഫോളിയോയിൽ ഞാൻ പേഴ്സണലി ചെയ്യില്ല. അഗൈൻ ഗൈസ്, വൺ മോർ തിങ്, ദിസ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഐ എം നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. ഇത് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തത് അതിനനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ജസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്, റൈറ്റ്? സെക്കൻഡ്, $10,000 പോർട്ട്ഫോളിയോ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, റൈറ്റ്? കാരണം ബിറ്റ് കോയിൻ ഇത്തിരിയത്തിൽ നിന്ന് കൂടുതൽ മുകളിലേക്ക് പോകാൻ സാധ്യത ഇത്തിരിയമാണ് ബിറ്റ് കോയിനേക്കാളും. സോ വി ആർ യൂസിങ് ഈത്ത് ഹിയർ. ഓക്കെ, ലാസ്റ്റ് $10,000 മുകളിലുള്ള പോർട്ട്ഫോളിയോ ആണെങ്കിൽ 30 കോയിൻ മാക്സിമം, 30 കോയിൻസിനേക്കാളും മുകളിൽ പോകേണ്ട ആവശ്യമില്ല. അഗൈൻ ഗൈസ്, ഐ ഡോണ്ട് റെക്കമെൻഡ് 30. ഒരു 25 ഇടയിൽ പിടിക്കുന്നതാണ് സ്വീറ്റ് സ്പോട്ട്. ബട്ട് മാക്സിമം 30, കാരണം അതിനേക്കാൾ കൂടുതൽ പോയിൻ്റ് ആവശ്യമില്ല. ബട്ട് നിങ്ങളുടെ എമൗണ്ട് ഇപ്പോൾ 10,000 അല്ല, ഒരു 50,000 ആണ്, അല്ലെങ്കിൽ $1 lakh ആണ്. അതായത് നിങ്ങൾക്ക് 50 ലക്ഷം, 1 കോടി, 1.5 കോടി രൂപയൊക്കെയാണ് നിങ്ങൾ വലിയ പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു 30 കോയിൻസ് അത് കൊടുത്തിരിക്കുന്നത്. മസ്റ്റ് ഇൻക്ലൂഡ് BTC and ETH. ഓക്കെ, BTC and ETH, ഓൾറൈറ്റ്? വൈ? എന്തുകൊണ്ടാണ്? കാരണം അത് ഫൗണ്ടേഷനാണ്. ബിറ്റ് കോയിനും ഇത്തിരിയും ഒരു പോർട്ട്ഫോളിയോയുടെ ഫൗണ്ടേഷനാണ്. നമ്മൾ ഇവിടെ അത് ഒഴിവാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ $1,000 പോർട്ട്ഫോളിയോ അത് വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജ് ഇടേണ്ടി വരും. അത് ഇടാതിരിക്കുന്നത് നല്ലതിനേക്കാളും.
ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് 10,000-ൽ. ഇവിടെ മോർ ദാൻ 10,000-ൽ രണ്ടും ഫൗണ്ടേഷൻ ആയിട്ടുള്ള ബിറ്റ് കോയിനും ഇത്തീരിയവും ആഡ് ചെയ്തിട്ടുണ്ട്. നൗ ഗൈസ് നമുക്കിനി ഓൾട്ട് കോയിൻസിലേക്ക് കടക്കാം. ഓൾട്ട് കോയിൻസിനെ ഞാൻ 5 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് എന്തിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? മാർക്കറ്റ് ക്യാപ്പിൻ്റെ ബേസിലാണ്. ഇവിടെ നമുക്ക് കാണാം ഹൈ ക്യാപ്പ് കോയിൻ, മിഡ് ക്യാപ്പ് കോയിൻ, ലോ ക്യാപ്പ് കോയിൻ, മൈക്രോ ക്യാപ്പ് കോയിൻ ആൻഡ് ലാസ്റ്റ് സ്റ്റേബിൾ കോയിൻസ്. സ്റ്റേബിൾ കോയിൻസ് അഗെയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ബേസിലുള്ള സ്റ്റേബിൾ കോയിൻ നമുക്കറിയാമല്ലോ, USDC, USDT. ഓൾറൈറ്റ്, നൗ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ബേസിസിൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ 5 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യാം. 4 സെക്ഷൻ പ്ലസ് സ്റ്റേബിൾ കോയിനായിട്ട് ഡിവൈഡ് ചെയ്യാം. നൗ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എവിടെയാണ് നോക്കേണ്ടത് നിങ്ങൾ? മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് കോയിൻ ഗെക്കോ അല്ലെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ നിങ്ങൾ, മാർക്കറ്റ് ക്യാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബിറ്റ് കോയിൻ്റെ 1 ട്രില്യൺ എബോ ആണ് മാർക്കറ്റ് ക്യാപ്പ്. ഇത്തരീയത്തിൻ്റെ 320 ബില്യൺ ആണ്. ഓക്കെ, നൗ താഴെ പോയി കഴിയുമ്പോൾ കുറഞ്ഞ് വരും. 4 ബില്യൺ ആണ് സൂയിയുടെ. കുറച്ചുകൂടെ താഴെ പോയി കഴിഞ്ഞാൽ 2 ബില്യൺ. സോ ഇതാണ് മാർക്കറ്റ് ക്യാപ്പ്. നൗ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ കോയിൻ ചൂസ് ചെയ്യാൻ വേണ്ടി, അല്ലാതെ നിങ്ങൾ പ്രൈസിൻ്റെ ബേസിലല്ല. പല ആൾക്കാരും ₹1 കോയിൻ, $10 കോയിൻ, $10, $100 കോയിൻ അത് കൂടും. $1 കോയിനാണെങ്കിൽ കൂടാൻ സാധ്യതയുണ്ട്, $100 കോയിനാണെങ്കിൽ കൂടാൻ സാധ്യതയില്ല. അങ്ങനെ നോക്കരുത്. കോയിൻ്റെ പ്രൈസ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, മാർക്കറ്റ് ക്യാപ്പാണ് ഇമ്പോർട്ടൻറ്റ്. സോ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ബേസിൽ ഞാൻ ഇപ്പോഴുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ചിട്ട്, അതായത് ഇപ്പോഴുള്ള നമ്മുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് ഞാൻ ഇതിനെ ഹൈ ക്യാപ്പിൽ ഞാൻ ഇട്ടിരിക്കുന്നത് 1 ബില്യൺ എബോ ആണ്. അതായത് എനി കോയിൻ വിച്ച് ഇസ് എബവ് 1 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഈസ് എ ഹൈ ക്യാപ്പ് കോയിൻ. നൗ അതിപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ചാണ്. ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് ക്യാപ്പ് കൂടും. അപ്പോൾ ഹൈ ക്യാപ്പ് കോയിൻസ് എന്ന് പറയുമ്പോൾ 1 ബില്യൺ അല്ല, 5 ബില്യൺ 10 ബില്യൺ കോയിൻസ് ഒക്കെയാണ് ഹൈ ക്യാപ്പ് വരുന്നത്. ബട്ട് ഇപ്പോഴുള്ള മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. സോ 1 ബില്യൺ എബോ ഉള്ളത് ഹൈ ക്യാപ്പ് കോയിൻസ്, അതുപോലെ തന്നെ എബോവ് 500 ഉള്ളത് മിഡ് ക്യാപ്പ് കോയിൻസ്, അതായത് മീഡിയം ക്യാപ്പ് കോയിൻസ്. 500 മില്യൺ എബോ എന്ന് വെച്ചാൽ 500 മില്യൺ മുതൽ 1 ബില്യൺ വരെ. ഓക്കെ, നൗ ലോ ക്യാപ്പ് കോയിൻസ് ഏതാണ്? 100 മില്യൺ എബോ, അതായത് 100 മില്യൺ പ്ലസ് ടു 500 മില്യൺ വരെയുള്ളത് ലോ ക്യാപ്പ് കോയിൻസ് ആണ്. നൗ മൈക്രോ ക്യാപ്പ് കോയിൻസ് എന്താണ്? വളരെ റിസ്കി ആയിട്ടുള്ള കോയിൻസ് ആണ്. അത് ബിലോ 100 മില്യൺ, അതായത് 100 മില്യൻ്റെ താഴെയുള്ളത് 50 മില്യൺ, 30 മില്യൺ, 10 മില്യൺ, 5 മില്യൺ, ഇതൊക്കെയാണ് മൈക്രോ ക്യാപ്പ് കോയിൻസ്. ഓക്കെ, ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച്. നൗ കം സ്റ്റേബിൾ കോയിൻസ്. സ്റ്റേബിൾ കോയിൻസ് എപ്പോഴും നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്തായാലും അത് മുകളിലോട്ട് താഴോട്ടൊന്നും പോകില്ല, സ്റ്റേബിൾ ആയിരിക്കും. ബട്ട് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡീപ്പ് പെക്കിങ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. സോ ബെറ്റർ നിങ്ങളുടെ ഒരു വലിയ എമൗണ്ട് ആണ് നിങ്ങൾ പോർട്ട്ഫോളിയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ USDC, USDT ആൻഡ് DAI ഇത് 3 അത്യാവശ്യം നല്ല കോയിൻസ് ആണ്. അതിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കോയിൻ USDC ആണ്. അത് കഴിഞ്ഞിട്ട് USDT ആൻഡ് DAI. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരേ കോയിനിൽ ഇട്ട് കഴിഞ്ഞാൽ ആ കോയിൻ എന്തെങ്കിലും ഡീപ്പൊക്കെ അയക്കാനാൽ നിങ്ങൾക്ക് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ റിസ്ക് മാറ്റിയാൽ നമ്മൾ മാക്സിമം റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം, റൈറ്റ്? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു $1,000 $10,000 USDT ഉണ്ടെങ്കിൽ അത് 5,000 USDT 5,000 USDC ആക്കുക. ഓക്കെ, $1,000 ആണെങ്കിൽ 500 USDC ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ 300 DAI, 300 USDT, 300 USDC ആക്കി അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് അപ് ടു യു. ഓക്കെ, നൗ $1,000 പോർട്ട്ഫോളിയോയിൽ ഹൈ ക്യാപ്പ് കോയിൻസ് എത്ര വേണം ചോദിച്ചു കഴിഞ്ഞാൽ നോ ഫിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാണും 20%, റൈറ്റ്? $1,000 1,00,000 പോർട്ട്ഫോളിയോയിൽ ഞാൻ ഹൈ ക്യാപ്പ് കോയിൻസ് 1 ബില്യൻ്റെ എബോ കോയിൻസ് 20% കോയിൻസ് ഉണ്ടാവണം. എത്ര കോയിൻ വേണം? 1 കോയിനോ 2 കോയിനോ 3 കോയിനോ, ദാറ്റ്സ് അപ് ടു യു. ബട്ട് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നോ മോർ ദാൻ 10 കോയിൻസ്, അതായത് മൊത്തം ഈ എല്ലാ കോയിനും കൂടിയാൽ നിങ്ങൾക്ക് 10 കോയിനിൽ കൂടുതൽ വരാൻ പാടില്ല. ആൻഡ് ഹൈ ക്യാപ്പ് കോയിനിൽ 20% വേണം. സോ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങളെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വായിട്ട് കൊടുക്കുക എന്നുള്ളതല്ല. ഞാൻ എപ്പോഴും വരില്ല, ഐ ഡോ വാണ്ട് ടു ഗിവ് യു ദ ഫിഷ്, ഐ വാണ്ട് ടു ടീച്ച് യു ഹൗ ടു ക്യാച്ച് എ ഫിഷ് സോ ദാറ്റ് യു ക്യാൻ ഈറ്റ് ഫോർ എ ലോങ് ലൈഫ് ടൈം, റൈറ്റ്? സോ 20% ഹൈ ക്യാപ്പ് കോയിൻസിൽ ഇടുക. ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് മിഡ് ക്യാപ്പ് കോയിൻസ് എത്ര വരുന്നത്? മിഡ് ക്യാപ്പ് കോയിൻസ് വരുന്നത് 40% ആണ് ഗൈസ്. ഏറ്റവും കൂടുതൽ ഞാനിവിടെ അലോക്കേറ്റ് ചെയ്ത് ഇതുകൂടെ ഞാൻ മാറ്റട്ടെ എന്നിട്ട് പറയാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 40% ഞാൻ മിഡ് ക്യാപ്പ് കോയിൻസിലാണ്, അതായത് 500 മില്യൺ എബോള കോയിൻസിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗൈസ്? 500 മില്യൺ വെച്ചാൽ അത്യാവശ്യം ഡീസൻറ്റ് മാർക്കറ്റ് ക്യാപ്പാണ്. അറ്റ് ദ സെയിം ടൈം അത് കുറേ കൂടുതൽ, അതായത് 5 ബില്യൺ 10 ബില്യൺ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് 5x 10x 20x ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്കിനനുസരിച്ച് നല്ല റിവാർഡിങ് കിട്ടുന്ന ഒരു സെക്ഷനാണ് മിഡ് ക്യാപ്പ് കോയിൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ 40% ഏറ്റവും കൂടുതൽ പോർട്ട്ഫോളിയോ ഞാൻ അതിലാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ 100 മില്യൺ വരുമ്പോൾ ലോ ക്യാപ്പ് കോയിൻസ് ഞാൻ 20% ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് 10 അല്ലെങ്കിൽ 5 കൊടുത്തില്ല? കാരണം ഗൈസ് നമ്മുടെ ചെറിയ എമൗണ്ടാണ് പോർട്ട്ഫോളിയോ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ എക്സ് കിട്ടുന്ന കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ലാസ്റ്റ് ബുൾ റൺ കഴിയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ആൻഡ് മൈക്രോ ക്യാപ്പ് കോയിൻസ് വെരി റിസ്ക്കിയാണ്. അതുകൊണ്ട് വെറും 10% ആണ് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത്.
നൗ ലാസ്റ്റ് എന്താണ് സ്റ്റേബിൾ കോയിൻസ്. സ്റ്റേബിൾ കോയിൻസിൽ 10% അത് എപ്പോഴും എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം ഗൈസ് എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ സ്റ്റേബിൾ കോയിൻസ് ഉണ്ടാവണം. കാരണം ക്രിപ്റ്റോ മാർക്കറ്റാണ്, എപ്പോഴും എന്ത് സംഭവിക്കാം. ഒരു ടിപ്പ് വന്നതിനാൽ നമുക്ക് മേടിക്കാൻ കയ്യിൽ കാശില്ലെങ്കിൽ ചേടാ പൈസ ഉണ്ടായിരുന്നു ഇത് മേടിക്കായിരുന്നു, എത്ര നല്ല പ്രൈസിലാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. അത് തോന്നാതിരിക്കാൻ വേണ്ടി എപ്പോഴും മിനിമം 10% കയ്യിൽ വെച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു കോയിനും ടിപ്പ് വന്നതിനാൽ മേടിക്കാം. അതുപോലെ തന്നെ അത് മാത്രമല്ല വേറെ എന്തുകൊണ്ടാണ് 10% വെച്ചിരിക്കുന്നത്, അത് നമുക്ക് ആൽഫ വരുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? എയർ ഡ്രോപ്പ് ഫാമിംഗ്. അതായത് നിങ്ങൾക്ക് സ്റ്റേബിൾ കോയിൻസ് വെച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ഫാമിങ്ങും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്പ് വരുമ്പോൾ ബൈ ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പുതിയ കോയിൻസ് വരും. ബുൾ മാർക്കറ്റ് വരുമ്പോൾ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ഒരുപാട് കോയിൻസ് വരും. സോ ആ കോയിനും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ പൗഡർ വേണം. അതായത് സ്റ്റേബിൾ കോയിൻസ് നിങ്ങളുടെ കയ്യിൽ വേണം. എല്ലാം ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തതിനാൽ പുതിയ നല്ല കോയിൻ വരുമ്പോൾ ഇടാൻ പൈസ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും പൈസ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഇല്ലെങ്കിൽ ഒരു 10% സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നത് നല്ലതാണ്. നൗ നെക്സ്റ്റ് കംസ് $10,000 പോർട്ട്ഫോളിയോ. നൗ $10,000 പോർട്ട്ഫോളിയോ ഞാൻ ഇങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ് എഗെയിൻ ഇതൊരു ഭയങ്കര ലോങ് വീഡിയോ ആവും, ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് പോർട്ട്ഫോളിയോ ഡിസൈനിങ് കംപ്ലീറ്റ്ലി A to Z നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ്, Z ആണ് ഉദ്ദേശിച്ചത്. Z മീൻസ് ഇസെറ്റിനെ Z എന്നാണ് പറയുന്നത്. ABC അല്ല, A to Z. റൈറ്റ്, സോ നമുക്ക് ഹൈ ക്യാപ് കോയിൻസ് ഞാൻ ഇവിടെ $10,000 പോർട്ട്ഫോളിയോ ആയതുകൊണ്ട് ഞാൻ ഹൈ ക്യാപ് കോയിൻസിൽ കുറച്ച് കൂടുതൽ വെച്ചു. വൈ? ബിക്കോസ് നമുക്ക് അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ട്, 10 ലക്ഷം രൂപ ഉണ്ട്. സോ അതിൽ നമുക്ക് അധികം റിസ്ക് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. പൈസയുടെ എമൗണ്ട് കൂടുന്തോറും നമ്മൾ റിസ്ക് പതുക്കെ കുറച്ച് വരിക എന്നുള്ളതാണ്. മനസ്സിലായി? 1 ലക്ഷം ഉള്ള 10x ആയി കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 10x ആവാം. അതേസമയം 10 ലക്ഷം ഉള്ള ഒരുത്തന്നെ 2x ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 10 ലക്ഷം പ്രോഫിറ്റ് ആയി. സോ റിസ്ക് പണം കൂടുന്നതനുസരിച്ച് റിസ്ക് നമ്മൾ കുറച്ചുകൊണ്ട് വരണം. സോ ഹൈ ക്യാപ് കോയിൻസ് ഞാൻ 30% അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മിഡ് ക്യാപ് കോയിൻസ് എഗെയിൻ ഞാൻ പറഞ്ഞു, മിഡ് ക്യാപ് കോയിൻസിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പണം വെക്കാറ്. കാരണം അതാണ് നല്ല സ്ട്രോങ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് കോയിൻസ് ആണ്. എന്നാൽ ഭയങ്കര മൂവ്മെൻറ്റ് വേണമെയുള്ള കോയിൻസ് ആണ്. റിസ്കിനെ നല്ല രീതിയിൽ റിവാർഡ് കിട്ടുന്ന ഒരു കോയിൻസ് ആണ് മിഡ് ക്യാപ് കോയിൻസ്. സോ 40% എഗെയിൻ ഏറ്റവും കൂടുതൽ ചങ്ക് ഞാൻ മിഡ് ക്യാപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ കംസ് വാട്ട്? ലോ ക്യാപ്പ് ആൻഡ് മൈക്രോ ക്യാപ്പ്. ഇവിടെ ഞാൻ ലോ ക്യാപ്പിനെ കുറച്ചു. ഇവിടെ 20% 10% കൊടുത്തത്, രണ്ടും ഞാൻ 10%. വൈ? റിസ്ക് കുറച്ചു ഞാനിവിടെ. അതിന് പകരം ഞാനിവിടെ ഹൈ ക്യാപ്പ് കോയിനിൽ 10% കൂട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? കാരണം ഫണ്ട് കൂടുതലാണ്, അതുകൊണ്ട് റിസ്ക് നമുക്ക് മാക്സിമം കുറവാക്കണം. ഓക്കെ, നൗ മാക്സിമം 20 കോയിൻസ് മറക്കരുത്. ഈത്തും ഇൻക്ലൂഡ് ചെയ്യണം. ഈത്ത് വരുന്നത് എവിടെയാണ്? ഹൈ ക്യാപ്പ് കോയിൻസിലാണ് വരുന്നത്. അപ്പോൾ ഈ 30% ഒരു ചെറിയൊരു ഫണ്ട് ഈത്തിലും നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് കംസ് ഏറ്റവും വലിയ പോർട്ട്ഫോളിയോ, അതായത് $10,000 പ്ലസ് പോർട്ട്ഫോളിയോ. അതിന് ഇപ്പോൾ $50,000 ആവാം, $1 lakh ആവാം, എത്ര നിങ്ങൾ കോടികളാവാം, നിങ്ങൾ എത്ര വലിയ മില്യനെയർ, ട്രില്യനെയർ, ബില്യനെയർ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവാം. അപ്പോൾ അതിന് മാക്സിമം 30 കോയിൻസ് ബിറ്റ് കോയിൻ ഇത്തിരിയും ഇൻക്ലൂഡ് ചെയ്യുക. ഞാനിവിടെ കണ്ടോ നിങ്ങൾക്ക് ഹൈ ക്യാപ് കോയിൻസിൽ എത്ര കൊടുത്തിരിക്കുന്നത്? 40% ഞാൻ ഹൈ ക്യാപ് കോയിൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ പോർട്ട്ഫോളിയോയിൽ, അതായത് $10,000 മുകളിലുള്ള പോർട്ട്ഫോളിയോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹൈ ക്യാപ് കോയിൻസിലാണ്. കാരണം ഇവിടെ നമ്മൾ റിസ്ക് എടുക്കുന്ന മണ്ടത്തരമാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെറിയ കോയിൻസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങാനും പോയിക്കാൻ വലിയ ഫണ്ടായിരിക്കും നമുക്ക് നഷ്ടമാവുന്നത്. റൈറ്റ്, അപ്പോൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും സേഫായിട്ടുള്ള ഹൈ ക്യാപ് കോയിൻസിൽ 40% ഇട്ടു. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് വരുന്നത്? ബാക്കി എല്ലാ കോയിൻസിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇട്ടിരിക്കുന്നത് മിഡ് ക്യാപ് കോയിൻസ്. എഗെയിൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ 35% ഞാൻ അതിലിട്ടു. ആൻഡ് ദെൻ ലോ ക്യാപ് കോയിൻസിൽ ഞാൻ 10%. നേരത്തെ പറയുന്നത് 20 ആയിരുന്നെങ്കിൽ ഇവിടെ 10 ആയിരുന്നു, ഇവിടെയും 10% ഞാൻ കൊടുക്കുന്നുണ്ട്. പകരം ഞാനിവിടെ ഏറ്റവും മൈക്രോ ക്യാപ്, അതായത് ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിൻസിൽ വെറും 5% ഓഫ് ദ പോർട്ട്ഫോളിയോ ഇട്ടിരിക്കുന്നത്. അതായത് അങ്ങനെ വന്നതിനാൽ ഇനിയിപ്പോൾ ഇപ്പോൾ ഈ 3 നോക്കിയാൽ 10%, 5%. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 10%-നേക്കാൾ കൂടുതൽ നമ്മൾ മൈക്രോ ക്യാപ് കോയിൻസിൽ ഇടുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എങ്ങാനും ആ പ്രൊജക്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാലും, അതായത് 0 പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വെറും 10% മാത്രമാണ് നഷ്ടം വരുന്നത്. ബാക്കിയെല്ലാം സേഫർ കോയിൻസിലാണ് കിടക്കുന്നത്. റൈറ്റ്, അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ 100%, അത് എല്ലാ പൈസയും കൂടെ ഏറ്റവും മൈക്രോ ക്യാപ്പിലിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ഫെയിൽ ആയിക്കാൻ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കുറവ് വരും. ആ പോർട്ട്ഫോളിയോ എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. സോ ഗൈസ്, നെക്സ്റ്റ് ഈസ് ഗോൾഡൻ റൂൾ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണത്. ഇത് ഞാൻ പേഴ്സണലി ഡിസൈൻ ചെയ്ത, ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന കുറച്ച് റൂൾസാണ്. 10 റൂൾസാണ്. എന്താണത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് വരെ കാണുന്നത് ഗൈസ്. ഗോൾഡൻ റൂൾസ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ക്രിപ്റ്റോ. നമ്പർ 1, എന്താണ് നമ്പർ 1 റൂൾ? ഓൺലി ഇൻവെസ്റ്റ് വാട്ട് യു ക്യാൻ അഫോർഡ് ടു ലൂസ്. This is crypto where coins can literally go to zero. And when I say zero, I bloody mean zero. Remember Luna ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ലൂണ എങ്ങാണ്ട് തരാം. ലൂണ, ഇഫ് യു ഗോ ബാക്ക്, ലൂണയ്ക്ക് എന്താണ് സംഭവിച്ചത്? 0 പോകുമെന്ന് പലരും പറയാറുണ്ട്, പക്ഷെ ആരും വിശ്വസിക്കാറില്ല. ലുക്ക് അറ്റ് ദിസ് ക്യാൻഡിൽ, ലുക്ക് ഇൻ ദിസ്. വെറുതെ $100 അടുത്തുള്ള $100 പ്രൈസ് റേഞ്ചിൽ ഉണ്ടായിരുന്ന ലൂണ എന്ന് പറയുന്ന കോയിൻ വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ, അതായത് ഏകദേശം 4-5 ദിവസങ്ങൾ കൊണ്ട് തന്നെ
ഇവിടെ നിന്ന് $100 അടുത്തുനിന്ന് ഇവിടെ നമുക്ക് 0.0008, അതായത് ഏകദേശം 99% തകർന്ന് നശിഞ്ഞു പോയി. 100% മൊത്തം പോയി, 99 സംതിങ്. മനസ്സിലായോ? അപ്പം ലിറ്ററലി ക്രിപ്റ്റോയിൽ വലിയ കോയിൻസ്, വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനാണ്. $100 ഉണ്ടായത് കോയിനായിരുന്നു, പെട്ടെന്ന് തന്നെ സീറോ ആയി. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. നിങ്ങൾക്ക് നഷ്ടം വന്നതിനാൽ കുഴപ്പമില്ല എന്നുള്ള പൈസ മാത്രം വേണം ഇടാൻ വേണ്ടി. കടമെടുത്തിട്ടോ ആധാരം പണയം വെച്ചിട്ടോ അമ്മയുടെ സ്വർണ്ണം പണയം വെച്ചിട്ടോ അങ്ങനെ ഒരിക്കലും പൈസ ക്രിപ്റ്റോയിൽ ഇടല്ലേ. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മറ്റേ നെടുമുടി സാറിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഏതിനാണ്? ഗോസ്റ്റ് ഹൗസിൽ. ഓക്കെ, നെക്സ്റ്റ് കംസ് സെക്കൻഡ് ഉള്ളതാണ് ഇൻവെസ്റ്റിംഗ് ട്രെൻഡിങ് സെക്ടർ. എക്സാമ്പിൾ AI, DeepIn, RWA, ഗെയിമിംഗ്. AI എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. DeepIn എന്താണ്? ഡീസെൻട്രലൈസ്ഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക്. ആൻഡ് RWA എന്താണ്? റിയൽ വേൾഡ് ആസറ്റ് ആൻഡ് ദെൻ ഗെയിമിംഗ്. ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടേഴ്സാണ്. ഇനി കുറച്ച് മൂവ്മെൻറ്റ്സ് വരാനുള്ള സെക്ടേഴ്സാണ്. എപ്പോഴും നമ്മൾ ക്രിപ്റ്റോയിൽ ട്രെൻഡ് മാറുന്നതനുസരിച്ച് നമ്മൾ കോയിനും മാറ്റി ട്രെൻഡിങ് ആയ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ബുദ്ധിപരം. അത് എവിടെ നിന്നാണ് മനസ്സിലാവുന്നത്? നമുക്കിവിടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ നിങ്ങൾക്ക് സെക്ഷൻസ് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ ഇവിടെ കാണാം AI ഗെയിമിംഗ് കണ്ടോ. AI ക്ലിക്ക് ചെയ്തതിനാൽ AI ഈ സെക്ഷൻ ക്ലിക്ക് ചെയ്തതിനാൽ ടോപ്പ് AI ആൻഡ് ബിഗ് ഡാറ്റ കോയിൻസ്, അതായത് AI ബേസ് ആയിട്ടുള്ള കോയിൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങൾ AI കോയിൻ ഏതിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് AI സെക്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോയിൻ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ DeepIn, RWA ഗെയിമിംഗും. ഓക്കെ, now next comes third rule. What is third rule? No more than 10% allocation in one coin other than BTC and ETH. അതായത് ബിറ്റ് കോയിനും ഇത്തീരിയവും അല്ലാതെ മറ്റൊരു കോയിനും നിങ്ങൾ 10% പോർട്ട്ഫോളിയോയേക്കാളും കൂടുതൽ ഇടരുത്. കാരണം എന്താണ്? എഗെയിൻ ഞാൻ പറഞ്ഞു, ലൂഡൊക്കെ എന്താ സംഭവിച്ചത്? പല ആൾക്കാരുടെയും ഒരു 50% അബോവ് പോർട്ട്ഫോളിയോ ലൂഡയിലായിരുന്നു. 5 ദിവസം കൊണ്ട് തന്നെ ഒറ്റയടിക്ക് $100 ഉണ്ടായിരുന്നത് സീറോ ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ 50% പോർട്ട്ഫോളിയോ ഒറ്റയടിക്ക് പോയി. അതായത് 10 ലക്ഷമുള്ള ആളുടെ പോർട്ട്ഫോളിയോ ആണെങ്കിൽ 5 ലക്ഷം രൂപ ഒറ്റയടിക്ക് 3-4 ദിവസം കൊണ്ട് തീർന്നു, വൈപ്പൗട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു കോയിനിൽ ബിറ്റ് കോയിൻ ഇത്തിരിയുമാണെങ്കിൽ ഓക്കെ കൂടുതൽ ഇട്ടോളൂ. അതല്ലാതെ ചെറിയ ഓൾഡ് കോയിൻസ്, ജ്യൂസി ലോ ക്യാപ്പ് ഓൾഡ് കോയിൻസ് ഒക്കെ വരുമ്പോൾ അതിൽ 10% കൂടുതൽ ഇടുന്നത് ഡേഞ്ചറാണ്. എഗെയിൻ ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ചെയ്യാം. നെക്സ്റ്റ്, നെവർ ഫോൾ ഇൻ ലവ് വിത്ത് എ കോയിൻ. എക്സാമ്പിൾ ADA ആൻഡ് ഷീപ്പ്. ഈ ADA അതായത് കർഡാനോ, ഷീബ്, അതുപോലെ തന്നെ XRP ഇതുപോലുള്ള കോയിനിൽ ഭയങ്കര ആൾക്കാർക്ക് പ്രണയമുള്ള കോയിനാണ്. മനസ്സിലായി? അത് നമുക്ക് റിട്ടേൺസ് തരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കത് ഇഷ്ടമാണ്. എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ അതിൽ? നമ്മൾ ഇതിൽ പൈസ ഇടുന്നത് ഈ കോയിൻ കെട്ടിപ്പിടിച്ച് വെക്കാനല്ല, നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, പണം ഇരട്ടിപ്പിക്കാനാണ്, 5 ഇരട്ടി 10 ഇരട്ടി ആക്കാൻ വേണ്ടിയാണ്. സോ നമുക്കൊരു കോയിൻ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഉണ്ടോ? ചിലപ്പോൾ അതിനുണ്ടാവില്ല. ചിലപ്പോൾ അത് ഗോൾഡ് കോയിനായി മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ കമ്മ്യൂണിറ്റി വീക്ക് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ടീം നശിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കൊന്നും നടത്തുന്നുണ്ടാവില്ല. അതൊക്കെ നമ്മൾ നോക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കോയിനാണെന്ന് പറഞ്ഞ് പ്രണയിച്ചുകൊണ്ടിരുന്നതിനാൽ ആ കോയിൻ നമ്മുടെ പൈസ പ്രണയം നടക്കുവാണ്, പൈസക്ക് നമുക്ക് ഗുണമുണ്ടാവില്ല. റൈറ്റ്? അതുകൊണ്ടാണ് ഡോണ്ട് ഫോൾ ഇൻ ലവ് വിത്ത് എനി കോയിൻ. ഏതെങ്കിലും കോയിൻ ആയിക്കോട്ടെ. നമുക്ക് എപ്പോഴും ട്രെൻഡ് മാറുന്നതനുസരിച്ച് പുതിയ കോയിൻ വരുമ്പോൾ നമ്മൾ പണം എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അതെടുക്കുക. ഈ കോയിൻസ് ഒക്കെ ഉപയോഗിക്കുക, പണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്, കെട്ടിപ്പിടിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡോണ്ട് ഇൻവെസ്റ്റ് ഇഫ് യു കാൺട്ട് അനലൈസ് യുവർ പോർട്ട്ഫോളിയോ എവറി ഡേ. എക്സാമ്പിൾ OPSEC. യെസ് ഗൈസ്, ഓപ്സെക്കിലും ഞാൻ കാണിച്ചു തരാം. ഓപ്സെക്കിൽ ഹാക്ക് സംഭവിച്ചു. ഈ ഇടയ്ക്ക് ഒരു AI കോയിൻ ആയിരുന്നു, വളരെ ജ്യൂസി കോയിൻ ആയിരുന്നു. ബട്ട് ഒരു സെക്കൻഡ് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. അതിനെ സംബന്ധിച്ചത് ഹാക്ക് സംഭവിച്ചപ്പോൾ ഒറ്റയടിക്ക് പ്രൈസ് ഇതുപോലെ തന്നെ ഡൗൺ ആയിപ്പോയി. ഇതാണോ അത് കിട്ടുന്നില്ല ഗൈസ്. സോ ഇതിൻ്റെ ഹാക്ക് സംഭവിച്ചു എവിടെയാണ്? സെക് യെസ്, ആസ് യു ക്യാൻ സീ ഹിയർ, OPSEC എന്ന് സംഭവിച്ചു. നമ്മൾ എല്ലാ ദിവസവും നോക്കിയില്ലാന്നാണ് ഇത് ഇവിടെ ഉണ്ടാകുന്ന കോയിനാണ്. എഗെയിൻ നമുക്ക് എത്ര ഒറ്റ ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എഗെയിൻ 97% ഡൗൺ ആയി. മനസ്സിലായോ? സോ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ചെറിയൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഇതിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് തരുന്നൊരു സംഭവമല്ലേ. അപ്പം നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുക, സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള ടൈമിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പോകുന്ന ഗോൾഡൻ വരാൻ പോകുന്ന സമയമാണ്. അപ്പം നമ്മൾ ദിവസം ഒരു അരമണിക്കൂർ, അധികം പറയുന്നില്ല, അരമണിക്കൂർ നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കോയിൻസിൽ എന്തെങ്കിലും കശപശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അതിനെ വിറ്റിട്ട് നമുക്ക് ലോസ് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റും ബുക്ക് ചെയ്യാം. നമുക്ക് സേഫായി നിൽക്കാം. സോ എല്ലാ ദിവസവും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്യേണ്ടതാണ്.
എന്തൊക്കെ അനലൈസ് ചെയ്യണം? എത്ര മുകളിലേക്ക് പോയി, എത്ര താഴത്തേക്ക് വന്നു, മുകളിലോട്ട് പോയെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ, താഴത്തോട്ട് പോകുന്നെങ്കിൽ ലോസ് ബുക്ക് ചെയ്യണോ, അല്ലെങ്കിൽ ഇവരുടെ ടീം എന്ത് ചെയ്യുന്നു, ട്വിറ്ററിൽ കയറി എല്ലാത്തിനെയും ട്വിറ്റർ അക്കൗണ്ട് ചെക്ക് ചെയ്യുക, ടീം ആക്റ്റീവ് ആണോ, എന്തെങ്കിലും പുതിയ പാർട്ട്ണർഷിപ്പ് വരെ വരുന്നുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുക. Now, next എന്താണ് പോയിന്റ്? ബുക്ക് പ്രോഫിറ്റ്, കട്ട് ലോസസ് ആൻഡ് റീബാലൻസ് യുവർ പോർട്ട്ഫോളിയോ ഓഫൺ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ അതിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. അതായത് നമ്മളെപ്പോഴും ഒരു കോയിനിന് നല്ല പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കത് കിട്ടില്ല. ഒരു കോയിൻ $1 $100 പോയെങ്കിൽ നിങ്ങൾ ആ $100 ബുക്ക് ചെയ്താൽ മാത്രമേ അത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ $100 താഴെ തിരിച്ച് $10 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന $90 നഷ്ടം വരും. $1 $10 10x ആയിട്ടുള്ളൂ. മനസ്സിലായോ? എക്സാമ്പിളാണ് ഞാൻ 10x എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വലിയ പ്രോഫിറ്റ് കാണുമ്പോൾ ചെറിയ അതായത് 20%, 30%, 50% ഇങ്ങനെ പതുക്കെ കുറച്ച് പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാം. ഓക്കെ, റീബാലൻസിങ് ചെയ്യാൻ നമുക്ക്, മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു കോയിന് 10% കൂടുതൽ ഇടാൻ പാടില്ല. സോ ഒരു കോയിൻ എങ്ങനെ നിങ്ങൾ 10% ഉള്ള കോയിൻ എങ്ങനെ 5x ആയിക്കഴിഞ്ഞാൽ 50% അത്, മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ റീബാലൻസ് ചെയ്യണം. ഓക്കെ, പോർട്ട്ഫോളിയോ എപ്പോഴും നിങ്ങൾ റീബാലൻസ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ഇൻ ബുൾ മാർക്കറ്റ് കീപ്പ് ലെസ് സ്റ്റേബിൾസ് ആൻഡ് ഇൻ ബെയർ മാർക്കറ്റ് കീപ്പ് മോർ സ്റ്റേബിൾസ്. അതായത് മാർക്കറ്റ് ബുൾ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിക്ക കോയിൻസും മുകളിലേക്ക് പോകും, പ്രോഫിറ്റ് വരും, കിട്ടും നമുക്ക്. സോ അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കണം നല്ല കോയിൻസിൽ. അതേസമയം നമ്മൾ ബെയർ മാർക്കറ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? താഴത്തോട്ടാണ് പോകുന്നത്, ലോസിലേക്കാണ് വരുന്നത്. അപ്പം നമ്മൾ സേഫ്, അതായത് ലോസ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റേബിൾസിലായിരിക്കും കൂടുതൽ. അതാകുമ്പോൾ മൊത്തം നശിഞ്ഞ് താഴെ വന്ന് ബെയർ മാർക്കറ്റ് നശിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് എഗെയിൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പൈസ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം മുകളിലേക്ക് പോയി താഴത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളൊരു റൈഡ് പോലെ മുകളിലേക്ക് താഴത്തേക്ക് വന്നു, നമുക്ക് ലാഭം വല്ല ബുക്ക് ചെയ്തോ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേബിൾ കോയിൻസ് എപ്പോഴും ബുൾ മാർക്കറ്റിൽ എല്ലാം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോൾ ബുൾ മാർക്കറ്റിൻ്റെ സീസൺ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വെറും 10% ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല ബെയർ മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ 30 to 40%, അപ്രോക്സിമേറ്റ്ലി 30% മിനിമം ഞാൻ എൻ്റെ സൈഡിൽ വെക്കാറുണ്ട്. ബെയർ മാർക്കറ്റ് കഴിഞ്ഞു, മനസ്സിലായി? ഇപ്പോൾ ബുൾ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 10% വെക്കുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് റൂൾ? ഗൈസ്, ഇത് വളരെ ആൻഫെയർ, ഇത് വേറെ ആരും പറഞ്ഞില്ല, എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ഞാനെന്ന് പറഞ്ഞത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട്. നെവർ കീപ് ഓൾ അസറ്റ്സ് ഇൻ വൺ വാളറ്റ്, സ്പ്ലിറ്റ് ഇൻ്റലിജൻ്റ്ലി. എക്സാമ്പിൾ WazirX. എന്ത് സംഭവിച്ചു? WazirX ഈ അടുത്ത് ഹാക്കായി, ഒരുപാട് പേരുടെ പൈസ പോയി. അതിന് പുറകെ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടിയിരുന്നത്? നമ്മുടെ എല്ലാ പൈസയും കൊണ്ട് ഒരു എക്സ്ചേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, അല്ലെങ്കിൽ പല എക്സ്ചേഞ്ചിൽ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. സോ എന്താണ് നമ്മൾ ഭയങ്കര ഇൻ്റലിജൻ്റ്ലി, സ്പ്ലിറ്റ് ഇൻ്റലിജൻ്റ്ലി എന്ന് പറഞ്ഞിരിക്കണം. ബുദ്ധിപരമായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. കുറച്ച് പൈസ, കുറച്ച് ചെറിയ എമൗണ്ട് നമുക്ക് എക്സ്ചേഞ്ചിൽ വെക്കാം. പെട്ടെന്ന് ട്രേഡ് ചെയ്യാം, ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ വീക്ക്ലി ബേസിൽ ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചിൽ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റാമാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാളറ്റ് പോലെയുള്ള ഡീസെൻട്രലൈസ്ഡ് വാളറ്റിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സേഫറായ ഓപ്ഷൻ എന്താണ്? ലെഡ്ജർ, ട്രഷർ പോലെയുള്ള ഹാർഡ്വെയർ വാളറ്റിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ പല സ്ഥലത്തും ഡൈവേഴ്സിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം നശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ WazirX ഒരെണ്ണം ഒരു എക്സ്ചേഞ്ച് ഹാക്കായി കഴിഞ്ഞാലും ബാക്കിയുള്ള ഫണ്ട് സേഫാണ്. അല്ലെങ്കിൽ ഒരു മെറ്റമാസ്കിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും മറ്റ് വാളറ്റിലുള്ള സാധനങ്ങളൊക്കെ സേഫാണ്. സോ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യുക. നെവർ കീപ് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയില്ല, അതുപോലെ നെവർ കീപ് ഓൾ അസറ്റ് ഇൻ വൺ വാളറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ വാളറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ സീഡ് ഫ്രേസ് ഉണ്ടാവും, അതൊക്കെ സേവ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ അഗെയിൻ അതും പണി കിട്ടും. സോ മാക്സിമം നിങ്ങൾ എല്ലാ സേഫ്റ്റിയും കുറച്ച് പ്രിക്കോഷൻസ് ആവണം ക്രിപ്റ്റോ, എന്നാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നൈറ്റ് പോയിന്റ് എന്താണ്? നെവർ ബൈ എ കോയിൻ ഷീൽഡ് ബൈ ബൈ ആട്ടോ, സോറി, ഇവിടെ മൈ എന്ന് എഴുതിപ്പോയി. നെവർ ബൈ എ കോയിൻ ഷീൽഡ് ബൈ ആൻ ഇൻഫ്ലുവൻസർ വിതൗട്ട് എനി റീസേർച്ച്. അതായത് ഏതെങ്കിലും ഇൻഫ്ലുവൻസർ, ഏതെങ്കിലും യൂട്യൂബറോ ഇൻസ്റ്റാഗ്രാമോ വന്നിട്ട് ഈ കോയിൻ മേടിക്കും 10x ആവും, ഈ കോയിൻ മേടിക്കും 20x ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കരുത്. നിങ്ങൾ റിസർച്ച് ചെയ്യണം. ഒരാൾ പറയുന്നത് ഈ കോയിൻ നല്ലതാണെങ്കിൽ അത് കേൾക്കുക, ആണോ നല്ലതാണോ ഈ കോയിൻ, ശരിയാണ് ഞാൻ നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്യുക. എങ്ങനെ റിസർച്ച് ചെയ്യണം അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഒരു ലെങ്തി ആൽഫ വീഡിയോ ചെയ്യും. ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് കൃത്യമായി അനലൈസ് ചെയ്യേണ്ടത്, റിസർച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങൾ ആര് പറഞ്ഞാലും, അതുകൊണ്ടാണ് ഞാൻ പോയിന്റ്സിൻ്റെ പേരൊന്നും അധികം പറയാത്തത്. കാരണം ആൾക്കാർ റിസർച്ച് ചെയ്യുന്ന പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റൈറ്റ് ടൈമിൽ എൻ്റർ ചെയ്യും, റൈറ്റ് ടൈമിൽ എക്സിറ്റ് ചെയ്യും. പക്ഷേ നിങ്ങളത് ചെയ്തിട്ടില്ല, ഞാൻ പറയുമ്പോൾ മേടിച്ചു, പിന്നെ നിങ്ങൾ വിറ്റില്ല, ഞാൻ ചിലപ്പോൾ വിറ്റ് പ്രോഫിറ്റ് ആക്കിയിരുന്നോ, നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമോ, മനസ്സിലായി? അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്യുക, എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇതെന്തുകൊണ്ടാണ് നെവർ ബൈ എ കോയിൻ ഷീൽഡ് ബൈ എൻ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ലാസ്റ്റ് പോയിന്റ്. യുവർ പ്രോഫിറ്റ് ഈസ് യുവർ പ്രോഫിറ്റ്, നോട്ട് മൈൻ. അതുപോലെ തന്നെ യുവർ ലോസ് ഈസ് യുവർ ലോസ്, നോട്ട് മൈൻ. റൈറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾക്ക് ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലാഭമാണ്, അതിൻ്റെ സുഖം നിങ്ങളത് അനുഭവിക്കാൻ പോകുന്നു. ആ പൈസ നിങ്ങളാണ് ചിലവാക്കാൻ പോകുന്നത്, ഞാനല്ല. ഞാനെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യമാണ്. റൈറ്റ്, അതുപോലെ തന്നെ യുവർ ലോസ് ഈസ് യുവർ ലോസ്, നോട്ട് മൈൻ. അതായത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം നിങ്ങൾക്കാണ്, എനിക്കൊരു വിഷമമില്ല, എൻ്റെ പൈസ പോകുന്നില്ല, നിങ്ങളുടെ പൈസയാണ് പോകുന്നത്. റൈറ്റ്, എൻ്റെ വെച്ചാൽ എൻ്റെ എന്താ പറയുന്നത് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും യൂട്യൂബേഴ്സിൻ്റെയും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. റൈറ്റ്,
സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് കിട്ടിയാലും അത് നിങ്ങൾക്കാണ് റെസ്പോൺസിബിൾ. സോ പണത്തിൻ്റെ പരിപാടിയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും കോയിൻ പറഞ്ഞു എന്ന് വെച്ചാൽ അത് കേട്ട് മേടിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നാളെ ലോസ് അയക്കാനായ താൻ പറഞ്ഞിട്ടല്ലേ കോയിൻ മേടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക. യുവർ പ്രോഫിറ്റ് ഈസ് യുവർ പ്രോഫിറ്റ്, നോട്ട് മൈൻ. യുവർ ലോസ് ഈസ് യുവർ ലോസ്, നോട്ട് മൈൻ. സോ അത് കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഓൾവേസ്. ഓൾറൈറ്റ്. സോ ഗൈസ്, ഇതാണ് മെയിൻ 10 ഗോൾഡൻ റൂൾസ് ആൻഡ് അലോക്കേഷൻ്റെ സ്പ്ലിറ്റ് വരുന്നത്. ഓക്കെ, 3 പോർട്ട്ഫോളിയോ. ഇപ്പം നിങ്ങൾ ചെറിയ $1,000 ആയിക്കോട്ടെ, $10,000 ആയിക്കോട്ടെ, മോർ ദാൻ 10,000 ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കോയിൻസിൻ്റെ പേര് അധികം പറയത്തുള്ളതെന്ന് വെച്ചാൽ അത് ഗൈസ് ഏത് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് എപ്പോൾ എൻ്റർ ചെയ്യണം, എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഞാൻ മേടിക്കുമ്പോഴും വിൽക്കുമ്പോഴും ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം നിർബന്ധമില്ല. റൈറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാത്ത അധികം കോയിൻസിൻ്റെ പേര്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫേവറേറ്റ് എന്ന് തോന്നുന്ന കുറച്ച് കോയിൻസിൻ്റെ പേര് ഞാൻ പറയാം. നിങ്ങൾ മേടിക്കേണ്ട, എൻ്റെ ഫേവറേറ്റ് കോയിൻസിൻ്റെ പേര് ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്. സോ യു ക്യാൻ കീപ് ദാറ്റ് ഇൻ വാച്ച് ലിസ്റ്റിലേക്ക് വെക്കാം. ഓക്കെ, സോ ആ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് ഗൈസ്, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ഹാർഷായിരിക്കും. കാരണം എന്താണ് ഗൈസ്, ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ നിങ്ങളുടെ നല്ലതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാം. ഞാൻ എന്തെങ്കിലും ഹാർഷായിട്ട് പറയും നിങ്ങളുടെ ലോസാണ്, അല്ലെങ്കിൽ വല്ലവരും പറഞ്ഞാൽ ഇത് മേടിക്കാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ ഇയാൾ എന്താ ഭയങ്കര ദേശക്കാരനാണോ എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കും. റൈറ്റ്. സോ ദാറ്റ്സ് ദ മച്ച് until next time. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ചെലോയ് signing out. Print money. Let's go.